BJP പ്രതിനിധി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബുവിലേക്ക് പോവുകയാണ്. ശ്രീ ഉല്ലാസ് ബാബു, ഇത് ഒരു വ്യായാമ കൂട്ടായ്മ മാത്രമാണോ? ഈ മെക്സേവനെ അങ്ങനെ നിഷ്കളങ്കമായി നമുക്ക് അങ്ങനെ പറഞ്ഞൊഴിഞ്ഞ് പോകാൻ സാധിക്കുമോ? ഒരു വ്യായാമ കൂട്ടായ്മ മാത്രമാണെന്നാണ് അവരുടെ ഒരു ഒഫീഷ്യൽ പ്രതികരണമൊക്കെ വന്നിട്ടുള്ളത്. ഇതിൽ മറ്റ് ഘടകങ്ങൾ ഒന്നും തന്നെയില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. താങ്കളുടെ നിരീക്ഷണം എന്താണ്? ഇതിനകത്ത് നമ്മളിതിനെ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ കാണേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ ഒരു കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എത്രത്തോളം അത് ഈ നാടിന് വിനാശകരമാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ വ്യക്തത വരുത്തണം. നോക്കൂ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ മോഹനൻ മാഷ് അവരുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഉന്നയിക്കുന്നു. ഇന്ന് വേറെ ചാനലുകൾ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മാതൃഭൂമി അടക്കം ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് മുസ്ലിം സംഘടനകളുടെ വിവിധ ആളുകൾ, ആ സംഘടനയുടെ മൊത്തം കൈകാര്യം ചെയ്യുന്ന പല മേഖലകളിലുള്ള ആളുകളൊക്കെ ഇതിനെ എതിർത്ത് പറഞ്ഞിരിക്കുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രത്യേകിച്ച് എന്താ പറയുക, ഞെട്ടലൊന്നുമില്ല. കാരണം ഞങ്ങളിത് കാലം എത്ര ഇവിടെ തുടങ്ങി ഈ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട്. അത് NDFൻ്റെ രൂപത്തിൽ ആദ്യം വന്നു, പോപ്പുലർ ഫ്രണ്ടിൻ്റെ രൂപത്തിൽ വന്നു, SDPയുടെ രൂപത്തിൽ വേറെ ശൈലിയിൽ പോകുന്നു. ഇതൊക്കെ എന്താണ് മുന്നിൽ കാണുന്നത്? ഇവരൊക്കെ മുന്നിൽ കാണുന്നത് മതവാദം പറഞ്ഞുകൊണ്ട് മതരാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇവർ. അതിനിവർ കളരിയെ കൂട്ടുപിടിക്കും, വ്യായാമത്തെ കൂട്ടുപിടിക്കും, കയ്യും കാലും മുകളിലേക്കാക്കി ജോഗിങ്ങിന് കൂട്ടുപിടിക്കും, സകലവിധ തരവും ഇവർ ഒപ്പിക്കും. എന്നിട്ട് അവർ അതിനൊരു മതേതരത്വം എന്നിങ്ങനെ വാദം വിളിക്കും. ഏറ്റവും കൂടുതൽ മതേതരത്വം ഈ കള്ളന്മാരെ പറയാം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ തീവ്രവാദം മാത്രം സ്വന്തം രീതിയിലൂടെ പ്രവർത്തിച്ച് ഒരു മതരാഷ്ട്രം ഉണ്ടാക്കണമെന്ന സ്വപ്നത്തോട് കൂടി പോകുന്ന ഒരു മതമൗലികവാദ ടീം ഇവിടെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ പ്രവർത്തിക്കുന്നതിൻ്റെ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ പോകണം. നീലിമ നോക്കൂ, ഇടതുപക്ഷത്തിൻ്റെ മോഹനമാഷി വിഷയം ഉന്നയിക്കുമ്പോൾ ആരാണ് കേരളം ഭരിക്കുന്നത്? ഒരു വ്യക്തിയുടെ തലച്ചോറിൽ നിന്ന് ഉദിച്ച് അതിങ്ങനെ പടർന്ന് പന്തലിച്ച് 2 വർഷം കൊണ്ട് ഇങ്ങനെ ഓപ്പൺ ഗ്രൗണ്ടുകളിൽ ഈ വക അഭ്യാസങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഈ നാടിനൊരു ആഭ്യന്തര സംവിധാനം ഇല്ല എന്നാണോ നമ്മൾ കാണേണ്ടത്? അങ്ങനെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു വിഭാഗം കൂട്ടായ്മയിലൂടെ സൈലന്റായി ഇഞ്ചക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സ്ലീപ്പിംഗ് തീവ്രവാദ ശൈലിയിലൂടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ, അതിന് നോക്കേണ്ട ഉത്തരവാദിത്തം, അത് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ ആഭ്യന്തര വിഭാഗത്തിനുണ്ട്. ആ ആഭ്യന്തര വിഭാഗം അതിൽ പരാജയപ്പെടുന്നതോടൊപ്പം തന്നെ അതിൻ്റെ 2 വഞ്ചിയിൽ കാലിടുന്ന നയവും നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇന്ന് ആ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കുന്ന രീതി എടുത്ത്? ബഹുമാനായ ശ്രീ റെജിച്ചേട്ടനുണ്ട് അവിടെ. റെജിച്ചേട്ടനും ആ കാര്യത്തിൽ വലിയ വിരോധമുണ്ടാകില്ല. ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് എതിർപ്പുണ്ടെങ്കിലും ഉള്ളിൽ അദ്ദേഹം അത് അംഗീകരിക്കും. ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ, ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് ചോർന്നു തുടങ്ങി എന്ന് കണ്ടപ്പോഴാണ് ഈ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാൻ ഇടതുപക്ഷം തയ്യാറായത്. ഇതിനു മുൻപ് BJP നിരവധി വിഷയങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് ഇതുപോലെയുള്ള മത തീവ്രവാദ ശക്തികൾ വേര് പിടിച്ചുകൊണ്ട് ഈ നാടിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് 1, 2, 3 എന്ന് അക്കമിട്ട് പറയുമ്പോഴും, ക്യാമ്പുകൾ നടക്കുമ്പോഴും, പട്ടികളുടെ തലകൾ വെട്ടിയിട്ട് വഴിയിലിട്ട് ഇവർ വെല്ലുവിളിക്കുന്ന സമയത്തും, ഇവരുടെ എന്താ പറയുക ശക്തമായ പ്രവർത്തനം ഇവർ സ്ലീപ്പിംഗ് സെല്ലിലൂടെ നടത്തുമ്പോഴും ഒക്കെ BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഈ വിഷയങ്ങൾ ഈ നാട്ടിൽ ഉന്നയിച്ചപ്പോൾ ഞങ്ങളെ വർഗീയവാദികളാക്കാൻ ചിത്രീകരിക്കുകയും അവരോട് മൃദു സമീപനം കാക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അദ്ദേഹം തന്നെയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും. ഇന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞു തുടങ്ങിയെങ്കിൽ, അദ്ദേഹത്തിന്റെ പാർട്ടി തിരിച്ചു പറഞ്ഞു തുടങ്ങിയെന്നാൽ, P. ജയരാജനിലൂടെ അത് തുടക്കം കുറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ, സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ടത് അവിടെയും അവർക്കൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട്. പൊതുസമൂഹത്തിനോട് ഇവർ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ ഇവരുടെ ആഭ്യന്തര വകുപ്പ് ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നിടത്ത് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർ തലോടുന്നു ഒരു തലത്തിലൂടെ, ഇപ്പുറത്തെ തലത്തിലൂടെ അവർ അതിനെ എതിർത്തു പറയുന്നു. യാഥാർത്ഥ്യം സമൂഹത്തിന് ആവശ്യം എന്താണ്? ഇതുപോലെയുള്ള സമൂഹത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, നാടിനെതിരായി പ്രവർത്തിക്കുന്ന, ഈ നാടിനെ വിനാശകരമായ കാരണം നടത്തുന്ന ഈ വകം കൂട്ടങ്ങളെ യഥാവിധി പ്രായോഗികമായിട്ട് കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവർ ഈ പ്രവർത്തനം നിർത്തേണ്ട ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിനുണ്ട്. സംസ്ഥാന സർക്കാരിന് അത് സാധിക്കുന്നില്ല എങ്കിൽ ഇതിൻ്റെ വേരുകൾ എവിടെയെന്ന് അന്വേഷിക്കണം, ആരിതിന് ഫണ്ട് ചെയ്യുന്നു അന്വേഷിക്കണം, ആരുടെ തലകൾ പ്രവർത്തിക്കുന്നു എന്ന് അന്വേഷിക്കണം, ആ തലകളുടെ പിന്നിൽ അജണ്ട അന്വേഷിക്കണം, അവർ
അവർ ഏതൊക്കെ സംഘടനയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്നു എന്ന് അന്വേഷിക്കണം. ഇത്യാദി കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ തോറ്റുപോയി, നിങ്ങൾ ഇത് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് കേന്ദ്രത്തിനെ അറിയിക്കാനുള്ള ബാധ്യതയെങ്കിലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി കാണിക്കണം എന്നുള്ളതാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്.